നമസ്കാരം. ഞാൻ അമലക്ഷി. സിനിമ പഠിക്കണമെന്നും അതിന്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ 17ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഈ ഒരു ക്ലാസ് തുടങ്ങാൻ നേരം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് എങ്ങനെയാണ് ഒരു വൺ ലൈൻ അല്ലെങ്കിൽ ഒരു ലോഗ് ലൈൻ എഴുതേണ്ടത്. നിങ്ങളുടെ ഒരു സിനിമയുടെ തിരക്കഥ നിങ്ങളൊരു പ്രൊഡ്യൂസറിനെ അല്ലെങ്കിൽ ഒരു നടനെ പറഞ്ഞ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോഗ് ലൈൻ എന്ന് പറയുന്ന സംഭവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ 4 എലമെന്റ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ട് ഞാൻ മഹാഭാരതത്തിന്റെ വൺ ലൈൻ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തന്നിരുന്നു. അപ്പോൾ ആ ഒരു ഹോംവർക്ക് തരുന്ന സമയത്ത് എൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ആ ഒരു 4 എലമെന്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഹോംവർക്ക് അതായത് വീട്ടിൽ പോയിരുന്ന് കുറച്ച് ടൈം 1 2 ദിവസം അതിന് ടൈം കൊടുത്തിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതായത് നിങ്ങളുടെ ആ ഒരു മഹാഭാരതത്തിന്റെ വൺ ലൈൻ നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും പെട്ടെന്ന് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അവരുടെ മനസ്സിൽ തോന്നിയ മഹാഭാരതത്തിന്റെ കഥ എന്താണോ ചിലർ വന്നിട്ട് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള വെറുതെ അടിക്കുന്നു. അല്ലെങ്കിൽ 100 പേര് 5 പേരോട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ വൺ ലൈൻ അവരുടെ മനസ്സിൽ തോന്നിയത് പെട്ടെന്ന് തന്നെ. അതായത് എന്തോ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുമെന്നൊക്കെ കരുതിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും പെട്ടെന്ന് വന്നിട്ട് എന്തൊക്കെയോ അവർക്ക് തോന്നിയത് കമന്റ് ചെയ്തിട്ട് പോയി. അതായത് പറയുകയാണെങ്കിൽ ഒരു വൺ ലൈനിൽ ഉണ്ടായിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട എലമെന്റുകൾ ഒന്നും തന്നെ ആരുടെയും കമന്റിൽ ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ പെട്ടെന്ന് വന്ന് കമന്റ് ചെയ്തത്. ആ 4 എലമെന്റുകൾ എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു മഹാഭാരതത്തിന്റെ വൺ ലൈൻ ഞാൻ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ആ 4 എലമെന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്ത് കാണിച്ചു തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ശരിക്കും ആ ഒരു വൺ ലൈൻ എഴുതേണ്ടതെന്ന് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മഹാഭാരതം എന്ന് പറയുന്ന ആ ഒരു എപ്പിക്ക് ഇത്തരത്തിൽ വൺ ലൈൻ ആക്കാനായിട്ട് തന്നതെന്നാണ്. അതായത് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. പലരോടും ഞാൻ ഇത്തരത്തിൽ വൺ ലൈനെ പറ്റി പറയുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ കഥയെന്ന് പറയുന്നത് വലിയ കഥയാണ്. അതിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതെല്ലാം കൂടെ ചുരുക്കിയിട്ട് ഒരു മിനിറ്റിൽ പറയുകയാണെങ്കിൽ കുറേയധികം കാര്യങ്ങൾ മിസ്സായി പോകുന്നതായിരിക്കും. അങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ ആ ഒരു കഥയുടെ പൂർണ്ണത കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസറിനോ അല്ലെങ്കിൽ ആക്ടർക്കോ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് അവരുടെ കഥയെന്ന് പറയുന്നത് അവരൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കിട്ടിയാൽ മാത്രമേ പറയൂ. 1 മിനിറ്റിൽ പറയില്ല എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വൺ ലൈൻ എഴുതുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ലോജിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ഇത്ര വലിയ എപ്പിക് ആയിട്ടുള്ള മഹാഭാരതം തന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരതം എന്ന് പറയുന്നത് 7 തലമുറകളുടെ കഥ പറയുന്ന വലിയൊരു എപ്പിക്കാണ് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു ഈ 7 തലമുറകളുടെ കഥ പറയുന്ന അത്ര വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ആ ഒരു സാധനത്തെ നിങ്ങൾക്ക് 1 മിനിറ്റിൽ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏതൊരു സിനിമയുടെ കഥയും നിങ്ങൾക്ക് 1 മിനിറ്റിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ. അപ്പോൾ മഹാഭാരതം എന്ന് പറയുന്നത് അതിലൊരു 100 സിനിമയുടെ കഥ ഉണ്ടാക്കാനുള്ള കണ്ടന്റ് ഉണ്ടല്ലേ. അപ്പോൾ അതിനെ എങ്ങനെ 1 മിനിറ്റിൽ പറയാം എന്നുള്ള ആ ഒരു ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് തന്നത്. പക്ഷേ നമ്മുടെ ആ ഒരു ഹോംവർക്ക് പാളിപ്പോയി. പലർക്കും ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഈ 4 എലിമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മഹാഭാരതത്തിന്റെ വൺ ലൈൻ പ്രോപ്പറായിട്ട് എഴുതുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പിച്ചോ നിങ്ങളാണ് ഇപ്പോൾ വേദവ്യാസൻ. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ മഹാഭാരതം പോലെ വലിയൊരു കഥ ഇത്തരത്തിൽ എഴുതി കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സിനിമ ആക്കണമെന്നാണ് ആഗ്രഹം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു നായകനെ കാണണം അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിനെ കാണണം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇത്ര 7 ജനറേഷന്റെ ആ ഒരു കഥ നിങ്ങൾക്ക് ഒറ്റ മിനിറ്റിൽ പറഞ്ഞാൽ മാത്രമേ വൺ ലൈൻ ആക്കിയാൽ മാത്രമേ ഒരു പ്രൊഡ്യൂസറിനോട് അത് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അത് വൺ ലൈൻ ആക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് ഒരു വൺ ലൈൻ ഉണ്ടാക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ ഒരു കുറഞ്ഞ ടൈമിൽ അതായത് വളരെ കുറഞ്ഞ ടൈമിൽ ഒരാളെ വളരെ നല്ലപോലെ ഇംപ്രസ് ചെയ്യണം. അതായത് ഒരു പ്രൊഡ്യൂസറിനെ വളരെ നല്ലപോലെ ഇംപ്രസ് ചെയ്യണമെന്നുള്ളതാണ് അല്ലേ. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ തന്നെ കമന്റ് ചെയ്തിട്ടുള്ള കുറേ അധികം വൺ ലൈൻസ് ഇല്ലേ, ആ ഒരു വൺ ലൈനിലേക്ക് നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്ത്. ആ ഒരു വൺ ലൈൻ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിനോട് നിങ്ങൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സിനിമയാക്കാൻ അല്ലെങ്കിൽ അവർക്കത് അതിനോട് ഇഷ്ടം തോന്നാനും ബാക്കി കഥ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാകുമോ, നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കും. അപ്പോൾ അത്തരം കമന്റുകളിൽ നിന്ന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആരോ കമന്റ് ചെയ്തിരുന്നു പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധമെന്ന്. നിങ്ങളൊന്ന് ആലോചിക്കുക, മഹാഭാരതം എന്ന് പറയുന്ന ആ ഒരു കൃതി നിങ്ങളാണ് എഴുതിയെങ്കിൽ, നിങ്ങളാണ് വേദവ്യാസനെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ വൺ ലൈൻ പറയാൻ പോകുന്ന സമയത്ത് ആ ഒരു കഥ ആർക്കും തന്നെ അറിയില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ പ്രൊഡ്യൂസറിനോട് പോയിട്ട് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന് അറിയില്ല ആരാണ് പാണ്ഡവർ ആരാണ് കൗരവരെന്ന്. രണ്ടുപേരും യുദ്ധം ചെയ്തോട്ടെ അയാൾക്ക് എന്താ, ആ ഒരു രീതിയിലേക്ക് പോകും അല്ലേ. അതുപോലെ തന്നെ 100 പേര് 5 പേരോട് ഫൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു രസമുണ്ട്. പക്ഷേ അതിന്റെ കഥ ബാക്കി 4 എലമെന്റുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഒരു പിക്ചർ അവിടെ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നിങ്ങൾ എഴുതിയ വൺ ലൈനിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ മഹാഭാരതത്തിന്റെ വൺ ലൈനിലേക്ക് പോകാം. അപ്പോൾ മഹാഭാരതത്തിന്റെ വൺ ലൈൻ എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഭൂമിയിൽ അധർമ്മം വർദ്ധിക്കുന്ന സമയത്ത് ഭഗവാൻ സ്വയം അവതാരം എടുത്തുകൊണ്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നു. ഇതാണ് മഹാഭാരതത്തിന്റെ വൺ ലൈൻ. എന്നാൽ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഇത്തരത്തിൽ വിഷ്ണുവിന്റെ 10 അവതാരത്തിലേക്ക് നോക്കിയാൽ
ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ഇതേ കഥ തന്നെയാണ്. അപ്പൊ ഇത്തരത്തില് രാമായണം എന്ന് പറയുന്ന കഥ വേറെ ആരെങ്കിലും എഴുതിയ ഒരു കഥയാണെങ്കിൽ നിങ്ങൾ അതേ കഥ തന്നെ അല്ലെങ്കിൽ അതേ കോൺസെപ്റ്റ് തന്നെ അടിച്ചു മാറ്റിയിട്ട് മഹാഭാരതമായിട്ട് എഴുതിയെന്ന് ഈ ഒരു വൺ ലൈൻ കേൾക്കുന്ന ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു വൺ ലൈൻ നിങ്ങൾ പോയി പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസർ ഇംപ്രസ് ആവാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വൺ ലൈൻ്റെ 4 എലമെന്റുകൾ ഇതിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വൺ ലൈൻ ആവും. ആ ഒരു വൺ ലൈൻ കേട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡ്യൂസറിന് ആ ഒരു ഇത്ര വലിയൊരു എപ്പിക്കിനെ കുറിച്ചുള്ള ആ ഒരു ഐഡിയ നല്ലതുപോലെ കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൺ ലൈൻ്റെ ആദ്യത്തെ എലമെന്റിലേക്ക് നോക്കാം. അതാണ് ഐറോണിക്. അതായത് നിങ്ങളുടെ ഈ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത് ഐറോണിക് ആയിരിക്കണം അല്ലേ? അപ്പോൾ ഈ ഒരു വൺ ലൈനെ നമുക്ക് എങ്ങനെ ഐറോണിക് ആക്കാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പോൾ ഐറോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം സംഭവിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കുന്നു. അതാണ് ഐറോണിക് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മഹാഭാരതം എന്ന് പറയുന്ന ആ ഒരു എപ്പിക്കിന്റെ ഐറോണിക് എന്താണ്? അതായത് വളരെ സിമ്പിൾ ആണ്. പരശുരാമൻ എന്ന് പറയുന്ന ആ ഒരു ഭഗവാൻ ഇല്ലേ? ആ ഒരു ക്യാരക്ടർ ഇത്തരത്തിൽ ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്റെ സ്കിൽസും തന്റെ കഴിവുകളും എല്ലാം തന്നെ തന്റെ സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഭീഷ്മർ, കർണൻ, ദ്രോണർ തുടങ്ങിയ 3 സ്റ്റുഡൻസിന് വീതിച്ചു കൊടുത്തിട്ട് ആ 3 ആൾക്കാരും ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഈ 3 ആൾക്കാരും ഇത്തരത്തിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല കാരണങ്ങളാൽ അവർ ഈ പറഞ്ഞ രീതിയിൽ ധർമ്മത്തിന്റെ പക്ഷം വിട്ടുകൊണ്ട് തിന്മയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് അവിടെ നടക്കുന്നത് അല്ലേ? അതായത് ലോകത്ത് ദൈവത്തിനല്ലാതെ അവരെ മറ്റാർക്കും തടയാൻ പറ്റില്ല എന്നൊരു അവസ്ഥ ഉണ്ടാവുകയും ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന് അവതാരം എടുക്കേണ്ടി വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ ആ ഒരു ഐറോണിക്, അതായത് മഹാഭാരതത്തിന്റെ ഐറോണിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വൺ ലൈനകത്ത് ഈ ഐറോണിക് കൃത്യമായിട്ട് കൊണ്ടുവരണം. അപ്പോൾ അത് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്? അത് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കമ്പെയിലിംഗ് മെന്റൽ പിക്ചർ ആണ്. അതായത് ആ ഒരു കഥ എന്താണെന്നുള്ളത് ആ ഒരു വൺ ലൈൻ അല്ലെങ്കിൽ ആ ഒരു ഒറ്റ വരിയിൽ കേൾക്കുന്ന ആൾക്ക് മനസ്സിലായിരിക്കണം. അതിന്റെ തുടക്കം തൊട്ട് എൻഡ് വരെ. ഇപ്പോൾ ഉദാഹരണത്തിന് കിരീടത്തിന്റെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പോലീസ് ഉദ്യോഗസ്ഥനാകാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരൻ ഗുണ്ടയായിത്തീരുന്നു. പടത്തിന്റെ തുടക്കം എന്താണ്? പുള്ളി പോലീസ് ഉദ്യോഗസ്ഥനാകാൻ ആഗ്രഹിച്ച ആളാണ്, ഗുണ്ടയായിത്തീരുന്നു. പടം തീരാറാകുമ്പോൾ അദ്ദേഹം ഗുണ്ടയായി ഒരു കൊലപാതകമായി തീരുകയാണ് അല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയുള്ള സാധനം എവിടെ കിട്ടണം? ഈ ഒരു വൺ ലൈനകത്ത് കിട്ടണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഭൂമിയിൽ അധർമ്മം സംഭവിക്കുന്നു. അപ്പോൾ അതിന് തടയിടാനായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. അത് കമ്പെയിലിംഗ് മെന്റൽ പിക്ചറിനകത്ത് വരും. കാരണം ആ തുടക്കം തൊട്ട് അവസാനം വരെ എന്താണ് നടന്നതെന്നുള്ളത് ഒറ്റ വരി കിട്ടും. അപ്പോൾ ആ ഒരു വരി നമ്മൾ എന്തായാലും വൺ ലൈൻ എഴുതി വെച്ചിട്ടുണ്ട്. കമ്പെയിലിംഗ് മെന്റൽ പിക്ചർ അതിനകത്തുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു വൺ ലൈൻ ചിത്രത്തിൽ കമ്പെയിലിംഗ് മെന്റൽ പിക്ചർ ഉണ്ട് അല്ലേ? എന്നാൽ നമുക്കിനി ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഐറോണിക് ആണ്. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഐറോണിക് ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു വൺ ലൈൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. ധർമ്മം നടപ്പാക്കുവാനായി നിയോഗിക്കപ്പെട്ട വ്യക്തികൾ അവരുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് തിന്മയുടെ ഭാഗത്തേക്ക് ചേരുകയും ഭൂമിയിൽ അധർമ്മം വർദ്ധിക്കുകയും ചെയ്യുന്ന സമയത്ത് അവരെ നേരിടാനായി ഭഗവാന് സ്വയം അവതരിക്കേണ്ടി വരുന്നു. ഇതാണ് മഹാഭാരതത്തിന്റെ ഐറോണിക് ഉൾപ്പെടുത്തിയിട്ടുള്ള വൺ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കമ്പെയിലിംഗ് മെന്റൽ പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു വൺ ലൈൻ കേൾക്കുന്ന പ്രൊഡ്യൂസറിന് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അതായത് ധർമ്മം സ്ഥാപിക്കാനായി നിയോഗിക്കപ്പെട്ട ആ ഒരു ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും അവർ നിസാരക്കാരായിരിക്കില്ല അല്ലേ? അതായത് ദൈവം ഫുൾ പവർ കൊടുത്തിട്ടായിരിക്കും അവരെ വിട്ടിട്ടുള്ളത്. അപ്പോൾ അവർ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ തിന്മയുടെ ഭാഗം ചേരുകയാണെങ്കിൽ ആ ഒരു നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ ദുർബലരായി പോകും അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് ഇത്തരത്തിൽ ദൈവത്തിന് മാത്രമേ ആ ഒരു അവതരിച്ചുകൊണ്ട് അവരെ രക്ഷിക്കാൻ പറ്റൂ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തെല്ലാം ഫൈറ്റ് സീനുകൾ, ആക്ഷൻ സീനുകൾ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ എത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് അങ്ങനെ കുറേയധികം സാധ്യതകൾ ഈ വൺ ലൈൻ കേൾക്കുന്ന സമയത്ത് തന്നെ പ്രൊഡ്യൂസറിന്റെ മനസ്സിൽ പോകും. അപ്പോൾ അയാൾ അങ്ങനെ ചിന്തിക്കും, ഇങ്ങനെ ചെയ്യാലോ കിടിലമാണല്ലോ എന്ന് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള ആ ഒരു കമ്പെയിലിംഗ് മെന്റൽ പിക്ചർ ഈ ഒരു വൺ ലൈനകത്ത് ഉള്ളതായിട്ട് കാണാം. അതുപോലെ തന്നെ ഐറോണിക്കും ഉള്ളതായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്ന മൂന്നാമത്തെ എലമെന്റ് ആണ് ഇത്തരത്തിൽ ഓഡിയൻസ് ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വൺ ലൈൻ കേൾക്കുന്ന സമയത്ത് തന്നെ പ്രൊഡ്യൂസർക്ക് മനസ്സിലാവും ഈ ഒരു സിനിമ ഏത് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന്. അതായത് ഈ വൺ ലൈൻ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഡിവോഷണൽ ആഗ്രഹിക്കുന്ന ആ ഒരു ടൈപ്പ് ദൈവികമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ആക്ഷൻ, ആ ഫൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രാമ, അത്തരം കുറേ കാര്യങ്ങൾക്ക് ഡ്രാമയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ലാർജർ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണെന്ന് ഈ ഒരു വൺ ലൈൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ബഡ്ജറ്റും മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇത്ര വലിയൊരു എപ്പിക് സാധനം ആയതുകൊണ്ട് തന്നെ ഇതൊരു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യ പടത്തിന് പറ്റിയ സാധനമാണെന്നും പ്രൊഡ്യൂസർക്ക് ഒറ്റയടിക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഈ ഒരു വൺ ലൈൻ കേട്ടാൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും ഇത്ര ഓഡിയൻസിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും, ഇത്ര ബിസിനസ് ഇതിന് നടക്കും, ഇത്ര ചെലവ് ഇതിനുണ്ടാകും, ഇത്ര റിട്ടേൺ കിട്ടുമെന്നൊക്കെ അദ്ദേഹത്തിന് ഏകദേശം ഒരു കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം ഇനി നാലാമത്തെ എലമെന്റ് ആണ് ഒരു കില്ലർ ടൈറ്റിൽ. അതായത് നിങ്ങൾ ഈ ഒരു കഥയ്ക്ക് നല്ലൊരു ടൈറ്റിൽ ഇടുക എന്ന് മാത്രമാണ്. അപ്പോൾ ഓൾറെഡി ഇതിന് നല്ലൊരു ടൈറ്റിൽ ഉണ്ട്, മഹാഭാരതം. അപ്പോൾ അത് തന്നെ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. അപ്പോൾ എന്താണ് വൺ ലൈൻ എന്നും അതിന്റെ 4 എലമെന്റുകൾ എന്താണെന്നും ഞാൻ ഈ എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്നും നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം മാറി എന്നും വിശ്വസിക്കുന്നു.
വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ മഹാഭാരതത്തിന് എഴുതിയ വൺ ലൈൻ എന്ന് പറയുന്നത് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ചിലപ്പം എന്നെക്കാളും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന പലരും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ബേസിക് ഒരു റൂൾസ് സെറ്റാണ്. അപ്പോൾ ഇത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും കഴിവാണ്. ചിലർ നല്ലപോലെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് വൺ ലൈൻ എഴുതാനും അതുപോലെ തന്നെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പ്രസന്റ് ചെയ്യാനും പറ്റും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത്ര കഴിവുണ്ടായിരിക്കണം എന്നില്ല. എന്നാൽ ഈ പറഞ്ഞ റൂൾസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് ഇത്തരത്തിൽ കത്തിയൊക്കെ മൂർച്ച കൂട്ടി എടുക്കുന്ന കണക്ക് സൂപ്പറായിട്ട് മൂർച്ച കൂട്ടി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു കഥയുണ്ടെങ്കിൽ ആ ഒരു കഥയെ തിരക്കഥയാക്കാനും സിനിമയാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ടൈം ഇടേണ്ട ഒരു കാര്യം തന്നെയാണ് വൺ ലൈൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ. കാരണം തുടക്കക്കാരായ ആൾക്കാർ ഇത്തരത്തിൽ ഒരു നായകനോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിനെ കാണുന്ന സമയത്ത് വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് അവർ തരികയുള്ളൂ. ആ ഒരു സമയത്ത് നിങ്ങൾ അവരെ എങ്ങനെ ഇംപ്രസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ ആ ഒരു കഥ സിനിമയാകുമോ ഇല്ലയോ എന്നുള്ളതിൽ ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു എഫേർട്ട് എടുത്തിട്ട് വളരെ സീരിയസോട് കൂടി ഈ ഒരു വൺ ലൈനെ കാണാനും അതായത് നിങ്ങൾ എഴുതി വെച്ചിട്ട് ആ ഒരു തിരക്കഥ പ്രോപ്പറായിട്ട് വൺ ലൈൻ ആക്കാനും ആ ഒരു വൺ ലൈൻ ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ പല സുഹൃത്തുക്കളോടും പറഞ്ഞു നോക്കുക അല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് നിങ്ങളുടെ പല സുഹൃത്തുക്കളോടും പറഞ്ഞിട്ട് അതിനെ എത്രത്തോളം ബെറ്റർ ആക്കാം അത്രത്തോളം ബെറ്റർ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിനിമയിലേക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വൺ ലൈനിന് ഇത്രയൊക്കെ ഗുണമുണ്ടെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊരു പ്രൊഡ്യൂസറിനോടോ അല്ലെങ്കിൽ ഒരു ആക്ടറിനോടോ വൺ ലൈൻ പറയുകയാണ്. നിങ്ങൾ എത്ര എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് എത്ര നല്ല രീതിയിൽ പറഞ്ഞാലും ആ ഒരു ഐഡിയ നിങ്ങളുടെ ആ ഒരു കഥയുടെ ഐഡിയ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റുകയുള്ളൂ. പക്ഷെ അതിനുള്ളിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുകയില്ല. ഇപ്പോൾ മഹാഭാരതത്തിൻ്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്രയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എത്ര കാര്യങ്ങളുണ്ടല്ലേ. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വൺ ലൈനകത്ത് ഇത്ര മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അത് വൺ ലൈൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് പല ആക്ടേഴ്സിനും ഇത്തരത്തിൽ നല്ല സിനിമകളുടെ കഥ അവർ കേട്ടിട്ട് അവർ വേണ്ട താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ വേറെ ഏതെങ്കിലും ഒരു നടൻ പോയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് നല്ല സിനിമകളാവുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കേട്ടൊരു അറിവാണ് ഇത്തരത്തിൽ ദൃശ്യത്തിൻ്റെ ആ ഒരു കഥ പോയിട്ട് ഇത്തരത്തിൽ ആദ്യം ജിത്തു ജോസഫ് പറഞ്ഞിരുന്നത് മമ്മൂട്ടിയുടെ അടിക്കലാണ്. മമ്മൂട്ടിക്ക് അത് കേട്ടപ്പം ഇഷ്ടപ്പെട്ടില്ല. അതായത് ഞാൻ കരുതുന്നു ഈ ഒരു വൺ ലൈൻ ആയിരിക്കും പറഞ്ഞത്. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇൻ കേസ് വൺ ലൈൻ ആണെങ്കിൽ ജിത്തു ഇങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അവിചാരിതമായി ചെയ്യേണ്ടി വരുന്ന ഒരു കൊലപാതകത്തിൽ നിന്നും തന്റെ ഭാര്യയും മകളെയും രക്ഷിക്കുവാനായി നിയമത്തിനോടും പോലീസിനോടും പോരാടുന്ന സാധാരണക്കാരനായ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ. അപ്പോൾ ഇത് ദൃശ്യത്തിന്റെ പ്രോപ്പർ വൺ ലൈൻ ആണെന്നോ ഇതിനകത്ത് ഈ 4 എലമെന്റ്സ് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്കിപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കഥയാണ് കേൾക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ അത് കേൾക്കുന്ന ഒരാൾക്ക് മുമ്പ് നടന്ന പല കഥകളുമായിട്ട് ഇതിന് ബന്ധമുണ്ടല്ലോ, ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നിയിട്ട് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാതിരിക്കാം. എന്നാൽ ഇത് വൺ ലൈൻ്റെ പ്രശ്നമാണെന്ന് എല്ലാ ആൾക്കാർക്കും തന്നെ അറിയാം. പക്ഷേ ആ ഒരു ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പലരും ആ ഒരു കഥ കൂടുതൽ കേൾക്കാനായിട്ട് നിൽക്കാത്തത്. അപ്പോൾ ഒറ്റ മിനിറ്റിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ നിങ്ങളുടെ കഥ കേൾക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് വൺ ലൈൻ ചെയ്തിട്ട് ആ ഒരു വൺ ലൈൻ അവരെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യുന്നുണ്ടെന്ന കാര്യം ഉറപ്പുവരുത്തുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ആ ഒരു വീഡിയോയിൽ വന്ന് കമന്റ് ചെയ്തിട്ട് ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നേടാമെന്ന് ആഗ്രഹിച്ച കുറച്ചെങ്കിലും ആൾക്കാർ കാണുമല്ലേ. അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഞാൻ ഒരു അവസരം കൂടി തരികയാണ്. അതായത് ഇപ്പം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വൺ ലൈൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും അതുപോലെ അതിൻ്റെ 4 എലമെന്റ്സ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നും ഇത്ര വലിയൊരു എപ്പിക് എടുത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് എക്സാമ്പിളോട് കൂടി പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു ഹോംവർക്ക് തരാം. അതാണ് രാമായണം. അതായത് ആ രാമായണം എന്ന് പറഞ്ഞ ആ ഒരു എപ്പിക് എടുത്ത് വെച്ചിട്ട് അതിനെ ഒന്ന് പ്രോപ്പറായിട്ട് വൺ ലൈൻ ആക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. അങ്ങനെ പ്രോപ്പറായിട്ട് വൺ ലൈൻ കമന്റ് ചെയ്യുന്ന 2 പേർക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 5 പേരെന്ന് കൊടുത്തത് കൊണ്ട് തന്നെ കുറേ ആൾക്കാർ വെറുതെ വന്ന് കമന്റ് ചെയ്തു. അതായത് 5 പേരില്ലേ, അപ്പോൾ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോംവർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ വെറുതെ വന്ന് കമന്റ് ചെയ്തു. അപ്പോൾ ഇനി അങ്ങനെ കമന്റ് ചെയ്തവർക്ക് ഒന്നും തന്നെ തരുന്നതല്ല. കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് കമന്റ് ചെയ്യുന്ന 2 പേർക്ക് ഈ പറഞ്ഞ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കമന്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇത്തരത്തിൽ ഒന്നെങ്കിലും മലയാളത്തിൽ അല്ലെങ്കിൽ മംഗ്ലീഷിൽ തന്നെ നിങ്ങൾ കമന്റ് ചെയ്തിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബിരുദന്മാർ ഇത്തരത്തിൽ ചാറ്റ് GPT അല്ലെങ്കിൽ ബാഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വൺ ലൈൻ കണ്ടെത്തിയിട്ട് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ സ്കില്ല് വർദ്ധിക്കില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന AI ഒക്കെ തരുന്ന ആ ഒരു ഡേറ്റയ്ക്കകത്ത് ഈ പറഞ്ഞ 4 എലമെന്റ്സുകൾ കാണില്ല. ജസ്റ്റ് അവർ ഒരു കമ്പൈലിംഗ് മെന്റൽ പിക്ചർ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു വൺ ലൈൻ എടുത്ത് തരികയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കഥയെ നാളെ ഒരു സിനിമ ആക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ AI ഒക്കെ സഹായം തേടുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ എലമെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ ഒരു എൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടിയേക്കാം. പക്ഷെ അതല്ല നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആ ഒരു നിങ്ങൾ സിനിമയിലേക്ക് എത്തപ്പെടുക എന്നുള്ളതായിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് കൃത്യമായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ബിരുദന്മാർ ഇത്തരത്തിൽ കമന്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറൊരാൾ നല്ലപോലെ കമന്റ് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ അയക്കുന്ന ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടായിരിക്കും ഞാൻ ആ ഒരു ഫൈനൽ വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് ആരാണെന്ന് നമ്മൾ യൂട്യൂബിലൂടെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും പാക്ക്.